തിരുവല്ല ശ്രീ വല്ലഭ ക്ഷേത്ര കൊടിമരത്തിലെ സ്വർണ്ണപ്പറകൾ കടത്താൻ നീക്കം. സ്വകാര്യ സ്ഥാപന പ്രതിനിധികളെ ദേവസ്വം സ്ട്രോങ് റൂമിൽ പ്രവേശിപ്പിച്ചു. ചെന്നൈ ആസ്ഥാനമായ മന്ത്ര ഗോൾഡ് എന്ന സ്ഥാപനത്തിലെ പ്രതിനിധികളാണ് സ്ട്രോങ് റൂമിൽ കടന്നത്. കൊടിമരത്തിലെ സ്വർണ്ണപ്പാളികളിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുത്ത് ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്താനാണ് നീക്കം നടന്നത്. ഇലക്ട്രോപ്ലേറ്റിംഗിന് തുച്ഛമായ അളവ് സ്വർണം മതി എന്നിരിക്കെ വേർതിരിച്ചെടുക്കുന്ന ബാക്കി സ്വർണവും ഭക്തരിൽ നിന്ന് ശേഖരിക്കുന്ന സ്വർണവും എന്തിന് എന്ന ചോദ്യം. ഭക്തരുടെ ഇടപെടലിനെ തുടർന്നാണ് സ്വർണ്ണപ്പറകൾ നീക്കാനുള്ള പദ്ധതി നടപ്പിലാകാതിരുന്നത്. ഗോകുൽ രമേശ് ചേരുന്നു. ഗോകുൽ, നമുക്കറിയാം ശബരിമലയിൽ മാത്രമല്ല വിവിധ ക്ഷേത്രങ്ങളിൽ തന്നെയാണ് ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള വലിയ കൊള്ളകൾ നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്ര കൊടിമരത്തിലെ സ്വർണ്ണപ്പറകൾ കടത്താനുള്ള ആ നീക്കമാണ്. എന്തായാലും ഭക്തരുടെ ഇടപെടലിനെ തുടർന്ന് അത്തരമൊരു നീക്കം തടയാൻ സാധിച്ചു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? ഗോകുൽ, കേൾക്കാൻ കഴിയുന്നുണ്ടോ? തിരുവല്ല ശ്രീ വല്ലഭ ക്ഷേത്ര കൊടിമരത്തിലെ സ്വർണ്ണപ്പറകൾ കടത്താനുള്ള നീക്കമാണുണ്ടായത്. സ്വകാര്യ സ്ഥാപന പ്രതിനിധികളെയാണ് അതിനായി ദേവസ്വം സ്ട്രോങ് റൂമിൽ പ്രവേശിപ്പിച്ചത്. ചെന്നൈ ആസ്ഥാനമായ മന്ത്ര ഗോൾഡ് എന്ന സ്ഥാപനത്തിലെ പ്രതിനിധികളാണ് സ്ട്രോങ് റൂമിൽ കടന്നത്. കൊടിമരത്തിലെ സ്വർണ്ണപ്പാളികളിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുത്ത് ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്താനാണ് നീക്കം നടന്നത്. അതുമാത്രമല്ല, ഇത്തരത്തിൽ ഇലക്ട്രോപ്ലേറ്റിംഗിന് തുച്ഛമായ അളവ് സ്വർണം മതി എന്നിരിക്കെ ഈ വേർതിരിച്ചെടുക്കുന്ന ബാക്കി സ്വർണവും അതോടൊപ്പം ഭക്തരിൽ നിന്ന് ശേഖരിക്കുന്ന സ്വർണവും എന്തിന് എന്നുള്ളൊരു ചോദ്യം കൂടി ഉയരുകയാണ്. എന്തായാലും ഭക്തരുടെ അതിശക്തമായ ഇടപെടൽ ഉണ്ടായി. അതിനെ തുടർന്ന് സ്വർണ്ണപ്പറകൾ നീക്കാനുള്ള പദ്ധതി നടപ്പിലാക്കാതിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗൂഗിളിലേക്ക്. ഗൂഗിൾ പറയൂ. രോഹിണി, അതായത് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രമാണ് തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രം. അവിടുത്തെ കൊടിമരത്തിന് 2021 ഇടിമിന്നലേറ്റ് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. അതിനെ മറയാക്കിക്കൊണ്ടാണ്, അതിൻ്റെ നവീകരണം മറയാക്കിക്കൊണ്ടാണ് സ്വർണം കടത്തുവാൻ വേണ്ടിയിട്ട് തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിലും നീക്കം നടന്നത്. അതായത് ദേവസ്വം ബോർഡ് ഈ വർഷം പുറത്തിറക്കിയിട്ടുള്ള ഒരു ഉത്തരവിൽ പറയുന്നത് ഈ ക്ഷേത്രത്തിലെ കൊടിമരത്തിൻ്റെ നവീകരണം നടത്തേണ്ടതുണ്ട്. അത് പരമ്പരാഗത രീതിയിൽ ഗോൾഡ് പ്ലേറ്റിംഗ് നടത്തിയിട്ടുള്ള കൊടിമരമാണ്. അത് അവിടെ നിന്ന് മാറ്റി അതിന് പകരം ഗോൾഡ് പൂശുന്ന അല്ലെങ്കിൽ സ്വർണം പൂശുന്ന രീതിയിലുള്ള കൊടിമരം ഇലക്ട്രോ പ്ലേറ്റിംഗ് നടത്തി അതിനെ നവീകരിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവ് പ്രകാരം നടപ്പാക്കാനായിട്ട് ഒരുങ്ങിയത്. ഇതിനായിട്ട് ചെന്നൈ ആസ്ഥാനമായിട്ടുള്ള മന്ത്ര ഗോൾഡ് എന്ന് പറയുന്ന ഒരു സ്വകാര്യ സ്ഥാപനത്തെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ദേവസ്വം ബോർഡ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഗോൾഡ് പ്ലേറ്റിംഗ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവിൽ പറയുന്നതനുസരിച്ച് ഇത് ഗോൾഡ് പ്ലേറ്റിംഗ് നടത്തുന്നത് അത് ഈ നിലവിലുള്ള അതിൻ്റെ പാളികളിലെ സ്വർണം വേർതിരിച്ചെടുക്കുന്നു. അതുകൂടാതെ ഭക്തരിൽ നിന്നും സമർപ്പണമായിട്ട് സ്വർണം ശേഖരിക്കുകയും കൂടെ ചെയ്യുന്നു. ആ രണ്ട് സ്വർണവും വേർതിരിച്ചെടുക്കുന്ന സ്വർണവും അതോടൊപ്പം തന്നെ ഭക്തരിൽ നിന്ന് ശേഖരിക്കുന്ന സ്വർണവും ഉപയോഗിച്ചുകൊണ്ട് ഈ ഗോൾഡ് പ്ലേറ്റിംഗ് നടത്താനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ നിലവിൽ അവിടുത്തെ ഭക്തർ പറയുന്നതനുസരിച്ച് നിലവിൽ 8 കിലോയോളം ശരാശരി അതിനകത്ത് സ്വർണ്ണമുണ്ട്. നിലവിൽ ആ സ്വർണം പാളികൾ ഒട്ടിച്ച കൊടിമരത്തിലുണ്ട്. അതുകൂടാതെ ഭക്തരിൽ നിന്നുകൂടി സ്വർണം വാങ്ങിക്കാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഇലക്ട്രോ പ്ലേറ്റിങ്ങിന് അതിന് തുച്ഛമായ അളവ് സ്വർണം മാത്രം മതി. ഏകദേശം 1 കിലോയിൽ താഴെ സ്വർണം മാത്രം മതി എന്നുള്ളതാണ് ഈ മേഖലയുമായി ബന്ധപ്പെട്ട വിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 8 കിലോയിൽ ബാക്കി വരുന്ന സ്വർണവും ഈ ഭക്തരിൽ നിന്ന് ശേഖരിക്കുന്ന സ്വർണവും ഒക്കെ എന്തിനാണ് ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ എന്തിനുപയോഗിക്കും, അല്ലെങ്കിൽ അത് ഏത് രീതിയിൽ ഉപയോഗിക്കും എന്നുള്ളൊരു ചോദ്യമാണ് പ്രധാനമായിട്ടും ഭക്തരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരികയുണ്ടായത്. ഇത് സ്വാഭാവികമായിട്ടും സൂചിപ്പിക്കുന്നത് അത്രയും കിലോ സ്വർണം ഇതിൻ്റെ മറവിൽ കടത്തുക എന്നുള്ള ഒരു ഉദ്ദേശം തന്നെ ആയിരിക്കാം ദേവസ്വം ബോർഡിന് എന്നുള്ള സംശയമാണ് ഭക്തരടക്കം പ്രകടിപ്പിക്കുകയും ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ നടത്തുകയും ഒക്കെ തന്നെ ചെയ്തത്. മറ്റൊരു സുപ്രധാനമായിട്ടുള്ള ക്രമക്കേട് അവിടെ നടന്നത് എന്ന് പറഞ്ഞാൽ ഈ മന്ത്ര ഗോൾഡ് എന്ന് പറയുന്ന സ്ഥാപനത്തെയാണ് ഇത് ഏൽപ്പിച്ചിരുന്നത്. ആ സ്ഥാപനത്തിൻ്റെ പ്രതിനിധികൾ അനധികൃതമായിട്ട് ക്ഷേത്രത്തിലുള്ള സ്ട്രോങ് റൂമിൽ കയറി പരിശോധന നടത്തി. അതിന് ദേവസ്വം ബോർഡിൻ്റെയിലും കൃത്യമായിട്ട് രേഖകളുണ്ട്. അതായത് ദേവസ്വം ബോർഡിൻ്റെ തിരുവാഭരണ കമ്മീഷണർ നേരിട്ടെത്തി ഉത്തരവ് നൽകുകയായിരുന്നു മന്ത്ര ഗോൾഡ് അധികൃതരെ ഈ സ്ട്രോങ് റൂമിനുള്ളിൽ കയറ്റുക എന്നുള്ളത്. അതായത് ചട്ടപ്രകാരം നിയമപ്രകാരം അങ്ങനെ സാധിക്കത്തില്ല. അത് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സ്ട്രോങ് റൂമാണ്. തിരുവല്ല അടക്കമുള്ള പ്രധാന ക്ഷേത്രങ്ങളിലെ അമൂല്യങ്ങളായിട്ടുള്ള ആഭരണങ്ങൾ, തിരുവാഭരണങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് സ്വത്തുവകകളും ഒക്കെ സൂക്ഷിക്കുന്ന ഒരു മുറിയാണ്. അവിടെ അങ്ങനെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അതിനകത്ത് കയറാനായിട്ട് അനുമതിയുള്ളൂ. അങ്ങനെ ഇരിക്കെ
നടന്നിരിക്കുകയാണ്. ഒരു സ്വകാര്യ കമ്പനിയുടെ പ്രതിനിധികൾ ചട്ടം നിയമമൊക്കെ ലംഘിച്ചുകൊണ്ട് ആ സ്ട്രോങ് റൂമിൽ കയറി പരിശോധന നടത്തിയത്. അതായത് ഈ ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള പരിശോധനകൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ മന്ത്ര ഗോൾഡ് അധികൃതരെ ഇതിനുള്ളിൽ പ്രവേശിപ്പിക്കണം എന്നുള്ള ഉത്തരവ് നൽകിയത് തിരുവാഭരണം കമ്മീഷണർ നേരിട്ട് ക്ഷേത്രത്തിലെത്തിക്കൊണ്ട് ആണ് എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരാവകാശ രേഖയിൽ ചൂണ്ടിക്കാട്ടുന്നത്. അതായത് ഈ സ്വകാര്യ കമ്പനിക്കാരെ അതിനുള്ളിൽ കയറ്റാൻ പോലും ദേവസ്വം ബോർഡ് അധികൃതർ കൂട്ടുനിൽക്കുന്നു, ഒത്താശ ചെയ്ത് നൽകുന്നു എന്നുള്ളതൊക്കെ തന്നെയാണ്. അതായത് രൂക്ഷമായിട്ടുള്ള വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു ക്രമക്കേട് അഴിമതി തന്നെയാണ് ഈ തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ നടന്നിരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഒപ്പം ഭക്തരുടെ ഒരു വലിയ നീക്കം ഇതിന് ശേഷം ഉണ്ടായത്. അതായത് ഈ നീക്കങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ തിരിച്ചറിയുന്നതിനെ തുടർന്ന് ഭക്തർ ഒന്നിച്ച് നിന്നുകൊണ്ട് അവർ ഒരു മാസ് പെറ്റീഷൻ അടക്കം ഇതുമായി ബന്ധപ്പെട്ട് നൽകുകയും വലിയ പ്രതിഷേധങ്ങൾ നടത്തുകയും ഒക്കെ തന്നെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായിട്ട് ഈ നീക്കങ്ങളൊക്കെ നിലച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ നേരത്തെ തന്നെ ഏകദേശം ഒരു ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഈ കാര്യങ്ങളൊക്കെ ഈ വർഷം നടന്നത്. ആ സമയത്ത് തന്നെ അവിടെ നിന്നും ആ നിലവിലെ കൊടിമരം മാറ്റി ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്തിട്ടുള്ള പുതിയ കൊടിമരം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നീക്കങ്ങളൊക്കെ നടന്നിരുന്നത്. എന്തായാലും ഭക്തരുടെ ആ ഒരു വലിയ നീക്കം നടന്നതുകൊണ്ട് തന്നെ ഇതിന് തടയിടാനായിട്ട് സാധിച്ചു. പക്ഷേ ഈ പദ്ധതി പൂർണ്ണമായിട്ട് ദേവസ്വം ബോർഡ് ഒഴിവാക്കിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും ശബരിമലയ്ക്ക് പിന്നാലെ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മറ്റു പ്രധാന ക്ഷേത്രങ്ങളിലും ഇത്തരത്തിൽ സ്വർണ്ണക്കടത്തിന് നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുടെ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഈ വിഷയങ്ങളിൽ തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഭക്തർ നമ്മളോട് പ്രതികരിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നേരിട്ട് പല കാര്യങ്ങളിലും ഇടപെടുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഈ മന്ത്ര ഗോൾഡ് പോലെയുള്ള സ്വകാര്യ സ്ഥാപനങ്ങളെ അടക്കം അങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം നേരിട്ട് ഇടപെടലുകൾ നടത്തുന്നു എന്നുള്ളതാണ് ക്ഷേത്ര ഉപദേശക സമിതി അടക്കം നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഉപദേശക സമിതിയെ മറികടന്നുകൊണ്ട് ദേവസ്വം ബോർഡ് അവരുടെ ഈ സ്വർണ്ണക്കടത്ത് നീക്കങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ അധികാരങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ക്ഷേത്രത്തിലെ ഭക്തരും ഉപദേശക സമിതി പ്രതിനിധികളും ഒക്കെ നമ്മളോട് പങ്കുവയ്ക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയൊരു ഗൂഢ ശ്രമം തന്നെയാണ് അവിടുത്തെ സ്വർണം നീക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ നടന്നിരിക്കുന്നത്. ഭക്തരുടെ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായതുകൊണ്ട് താൽക്കാലികമായിട്ട് ആ നീക്കം തടയപ്പെട്ടിരിക്കുകയാണ് രോഹിണി. അതെ, തീർച്ചയായും ഗോകുൽ. എന്തായാലും വലിയ രീതിയിലുള്ള സ്വർണ്ണക്കൊള്ള തന്നെയാണ് വിവിധ ക്ഷേത്രങ്ങളിൽ നടക്കുന്നത്. തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ സ്വർണ്ണപ്പറകൾ നീക്കാനുള്ള ശ്രമം നടന്നു. പക്ഷെ ഭക്തരുടെ സമയോചിതമായ ഇടപെടൽ കാരണം അത് നടന്നില്ല. പക്ഷേ ഇപ്പോഴും ആ നീക്കത്തിൽ തന്നെയാണ് ദേവസ്വം ബോർഡ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗോകുൽ രമേശാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.